ദേ നമ്മുടെ തേർഡ് എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇവനാണെങ്കിൽ ദേ ഈ കമ്പിയൊക്കെ അങ്ങ് വലിച്ച് രണ്ടാക്കാണ്. ഇവള് ഇത് കണ്ടിട്ട് ഓടി ഇവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആണ്, ഇതൊന്നും ഇങ്ങനെ ഡാമേജ് ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. അവനാണെങ്കിൽ ഇവള് പറയുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ടിട്ട് ഒരു കുഞ്ഞി പട്ടിക്കുട്ടീനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ പട്ടിക്കുട്ടീനെ നോക്കിയിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, ഓ നിനക്ക് എന്നെ ഇപ്പം മനസ്സിലായി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഇവൻ മുൻപും ഈ സെയിം പട്ടിക്കുട്ടീനെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ പറഞ്ഞില്ലേ, ഇവൻ ഒരിക്കൽ ഒരു ഏരിയയിൽ എന്തോ കുഴിച്ചിടണം കണ്ടുവന്ന്. ശരിക്കും അത് ഇവൻ കുഴിച്ചിട്ടതല്ല. ഈ ഒരു പട്ടിക്കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുഴിച്ച് നോക്കുമായിരുന്നു ഇതിൻ്റെ അടിയിൽ എന്താണെന്ന്. അന്നാണ് ഈ ഒരു പട്ടിക്കുട്ടീനെ ഇവൻ ആദ്യമായിട്ട് രക്ഷിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പപ്പിക്ക് ഇവന് ഓർമ്മയുണ്ട് തോന്നുന്നു. ഈ ഒരു കാര്യം ഇവനുള്ളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് ഓ അതാണല്ലേ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ നായക്കുട്ടിയുടെ മേത്തുനിന്ന് ചെറുതായിട്ട് ബ്ലഡ് വരുന്നവർ കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടിയിട്ട് കാറിൽ കയറുകയാണ്. അതായത് നമ്മുടെ നായകൻ്റെ കാറിൽ കയറിയിട്ട് ഒരു വെറ്റിനറി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. നമ്മുടെ നായക്കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് നനഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒരു ക്ലോത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും കൂടിയിട്ട് വെറ്റിനറി ക്ലിനിക്കിലെത്തി കേട്ടോ. നമ്മുടെ നായകനാണെങ്കിൽ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം ആ ഷർട്ടാണ് ഇവൻ ഊരിയിട്ട് ആ പട്ടിക്കുട്ടിക്ക് തുടയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ഇവനെ കണ്ട വഴിക്ക് ഈ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി എനിക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. കാരണം ഇത്ര നാൾ നൈറ്റ് ഷിഫ്റ്റിൽ ഇരുന്നിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് നൈറ്റ് ഷിഫ്റ്റിൽ ഇരുന്നതിന് ഒരു ഗുണം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ബോഡി ഇങ്ങനെ വായ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇവർ ഡോക്ടറെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ അകത്ത് വേറൊരു ഓപ്പറേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വരും, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ്റെ അടുത്ത് പേരും അഡ്രസ്സൊക്കെ എഴുതാൻ പറയുന്നുണ്ട്. അങ്ങനെ നായകൻ ദേ ഇവിടെ പേരും അഡ്രസ്സൊക്കെ എഴുതാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടീനെയും പിടിച്ച് അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. അവൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നായകൻ്റെ പുറം ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്. അവിടെയാണെങ്കിൽ എന്തൊക്കെയോ വീണ് പൊള്ളിയൊരു പാടൊക്കെ നന്നായി അവൾ കാണുന്നുണ്ട്. അങ്ങനെ ദേ രണ്ടുപേരും കൂടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഷർട്ടൊന്നും നേരത്തെ ഊരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്, അതായത് ഓപ്പറേഷൻ ചെയ്തിരുന്ന ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ഡോക്ടർ വന്നിട്ട് നായകൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഹെൻജിയോളിൻ്റെ ഡാഡ് അല്ലേ എന്ന് ചോദിക്കുക, അച്ഛനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമ്മുടെ ബോം പറയുന്നുണ്ട്, ഏയ് ഇത് ഹെൻജിയോളിൻ്റെ അച്ഛനൊന്നുമല്ല, ഇത് അങ്കിളാണ് ഹെൻജിയോളിൻ്റെ എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അല്ല പേപ്പർ വർക്കിൽ പക്ഷെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഹെൻജിയോളിൻ്റെ അച്ഛനാണെന്നാണല്ലോ എന്ന് പറയാണ്. അപ്പോഴാണ് നായകൻ തുറന്നു പറയുന്നത്, ഞാൻ ഹെൻജിയോളിൻ്റെ അങ്കിളല്ല, അച്ഛൻ തന്നെയാണെന്ന്. ഇവളാണെങ്കിൽ അങ്ങ് ഷോക്കായി പോവുകയാണ് നമ്മുടെ നായിക. കാരണം ഇത്ര നാൾ വിചാരിച്ചത് ഈ ഹെൻജിയോൾ ആരെന്ന് മറന്നുപോയില്ലല്ലോ, നമ്മുടെ നെഫ്യൂ ആണ് കേട്ടോ. അങ്കിളാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ദേ അച്ഛനാന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സെജിനൊക്കെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. ദേ പുറത്തേക്ക് വരുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. ബാക്കിയുള്ള പിള്ളേരുടെ കയ്യിലൊക്കെ കുടയുണ്ട്, പക്ഷേ ഇവളുടെ കയ്യിൽ മാത്രമല്ല. ഇവളങ്ങനെ ദേ മഴയത്ത് കൂടെ ഇറങ്ങി നടക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ നെഫ്യൂ അങ്ങോട്ട് വരുന്നത്. അവൻ അപ്പം തന്നെ ഈ ഒരു കുട അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മഴ നനഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെക്കാളും മാർക്ക് ഞാൻ എന്തായാലും വാങ്ങുമെന്ന് പറയാണ്. കുട എന്നിട്ട് സെജിന് കൊടുത്തിട്ട് അവൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സെജിനാണെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ അടുത്തേക്ക് വീണ്ടും ഓടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു രീതിയിൽ ഇനി എങ്ങാനും ഞാൻ ഫസ്റ്റ് ആയാൽ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ വിചാരിക്കും നിനക്ക് പനിയായ കാരണം ആണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയെന്ന്. അതുകൊണ്ട് അത് പറ്റില്ല, അങ്ങനെ മഴയത്തൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് കുട ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് നടന്നു പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, വേണ്ട ചെറിയ കുടയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് ഇല്ല പോകണ്ട, മഴയത്ത് നടക്കണ്ട എന്ന് പറഞ്ഞ് ഇവൻ്റെ രണ്ട് കൈ മുറുക്കി പിടിക്കുകയാണ് കേട്ടോ. അതായത് ഇവനിനിപ്പോൾ എങ്ങാനും പനി പിടിച്ചതിന് ശേഷം ഇവൾക്ക് നല്ല മാർക്ക് കിട്ടിയ ക്ലാസ്സിലത്തെ പിള്ളേരൊക്കെ പറയില്ലേ, ഇവൻ എക്സാം എഴുതാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവന് പനി ആയതുകൊണ്ടോ ആണ് ഇവൾക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് തന്നെ അവനോട് മഴയത്ത് നടന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കുട ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ നടന്ന് വീട്ടിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ലോയർ ആണെങ്കിൽ ഇതേ നമ്മുടെ സെജിൻ്റെ റൂമിലാട്ടോ ഇരിക്കുന്നത്. എന്നിട്ട് ഒരു പെട്ടി ക്യാഷ് ഇരിക്കുന്നുണ്ട്. ഈ ക്യാഷ് ഇങ്ങനെ ആകാശത്തേക്ക് പറത്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കല്ല, കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ഇവൻ കുറച്ച് മുൻപായിട്ട് നമ്മുടെ അങ്കിളിൻ്റെ വീട്ടിൽ, അതായത് നായകൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നെഫ്യൂവിന്. ആ അവാർഡ്സ് ഫുള്ള് ഇവനിങ്ങനെ നോക്കിയിട്ട് ഇവൻ വിചാരിക്കുന്നുണ്ട്, ഷോ എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ആ ക്ലാസ്സിൽ ഫസ്റ്റൊക്കെ വാങ്ങാൻ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. നമ്മുടെ നായകനാണെങ്കിൽ ആ സെയിം പെട്ടിയിൽ, അതായത് പണ്ട് ഇവൻ ക്യാഷ് എടുത്ത ആ സെയിം പെട്ടിയിൽ നിറച്ച് ക്യാഷ് വെച്ചിരിക്കുകയാണ്. അതായത് അന്ന് ഇവൻ്റെ കയ്യിൽ എന്തോരം ക്യാഷ് കിട്ടി അതിൻ്റെ 3 ഇരട്ടി ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ലോയർ ചോദിക്കുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 10 വർഷം ഈ ഒരു ക്യാഷിന് വേണ്ടിയിട്ട് നിന്നെ അന്വേഷിച്ചതെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നായകൻ പറയുന്നുണ്ട്, ആ ക്യാഷിനാവാനേ ചാൻസ് ഉള്ളൂ, വേറെ ഒരു കാര്യത്തിന് നീ എന്നെ അന്വേഷിക്കാനുള്ള ചാൻസ് ഇല്ലെന്നാണ് നായകൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ലോയർ ഇത്ര നാൾ ഇവൻ അന്വേഷിച്ചത് വേറെ ഒന്നിനും ആയിരുന്നില്ല. ലോയർ പറയുന്നത് ഒരു അപ്പോളജി, എന്നോടൊരു മാപ്പ് പറയണമെന്നാണ്. നമ്മുടെ നായകൻ പറയുന്നുണ്ട്, മാപ്പൊന്നും ഞാൻ പറയില്ല, വേണമെങ്കിൽ നീ ചോദിക്കണ കാശ് എത്രമാത്രം ഇനി വേണമെങ്കിൽ അത്രയും ഞാൻ തരാം, എന്നാലും ഞാൻ മാപ്പ് പറയില്ല എന്നാണ് നായകൻ പറയുന്നത്. അപ്പോൾ ദേ ഈ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കെട്ടിയ ക്യാഷ് ഫുള്ള് ഇവനിങ്ങനെ പാർത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോഴാണ് നമ്മുടെ സെജിൻ ഡോർ തുറന്ന് റൂമിലേക്ക് വരുന്നത് കേട്ടോ. അവളാണെങ്കിൽ വരുന്നതേ നമ്മുടെ നെഫ്യൂന് ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവൻ കാലത്ത് വന്നിട്ട് ബുക്ക് കൊടുത്തു, വൈകുന്നേരം വന്നിട്ട് കുട കൊടുത്തു. അപ്പോൾ ഇവളൊരു തമാശയായിട്ട് ഒരു ജോക്കായിട്ടാണ് അവൻ കാണുന്നത് എന്നൊരു കൺസെപ്റ്റിലാണ് ഇവളിപ്പോൾ ഇരിക്കുന്നത്. അവനൊരു പാഠം പഠിപ്പിക്കണമെന്ന് ഇവൾക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അതായത് നല്ല ഗ്രേഡ് വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴാണ് സെജിൻ്റെ ചേട്ടനായ ജുൻ പറയുന്നത്, അവനോട് ക്ഷമിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷേ ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് റിവഞ്ച് എടുക്കണം എന്നാണ് പറയുന്നത്. സെജിനാണെങ്കിൽ നിലത്ത് എടുക്കുന്ന കാശ് ഫുള്ള് കാണുമ്പോൾ ചേട്ടന് കാശ് വേണ്ടെങ്കിൽ ഞാൻ എടുക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ദേഷ്യം തീർക്കാനുള്ള ഒരു വഴിയാണ്, കാശൊക്കെ ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. സംസാരിച്ച് രണ്ടുപേരും കൂടി ഒരു ഡീലിലെത്തുകയാണ്. അതായത് ചേട്ടനാണെങ്കിൽ നമ്മുടെ നായകൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്, അനിയത്തിക്കാണെങ്കിൽ നമ്മുടെ നെഫ്യൂൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. എന്നിട്ട് സെജിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിത് ചെയ്യുന്നത് എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ചേട്ടൻ അവൻ്റെ അങ്കിളുടെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് റിവെഞ്ച് എടുക്കുന്നതെന്ന് ചോദിക്കുക. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ക്ലിനിക്കാട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മുടെ നായകനാണെങ്കിൽ ഓൾറെഡി സമ്മതിച്ചു ഹെൻഷ്യൂലിൻ്റെ അച്ഛൻ ഇവനാണ്. ബോമാണെങ്കിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഇവനെക്കുറിച്ച് ക്ലാസ്സിലത്തെ ടീച്ചേഴ്സ്, സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞ റൂമേഴ്സൊക്കെ കറക്റ്റായിരുന്നു, ഇവനൊരു അച്ഛൻ തന്നെയാണ്, അതോ മംഗളൊന്നല്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, അപ്പം നിങ്ങളെക്കുറിച്ചുള്ള റൂമേഴ്സൊക്കെ കറക്റ്റ് ആണല്ലേ എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള റൂമേഴ്സ് അങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ പുറത്തു വരുന്നതെന്ന് പറയാണ്. അപ്പോഴാണ് ഡോക്ടർ ഇവൻ ഈ എഴുതിയ പേപ്പർ വർക്കൊക്കെ ഇവൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ആണെങ്കിൽ അകത്തേക്ക് വരാൻ പറയാണ്. ഇവളാണെങ്കിൽ അത് വായിച്ചു നോക്കുകയാണ് കേട്ടോ. വായിച്ചു നോക്കുമ്പോൾ പേഷ്യൻ്റ്, അതായത് പെറ്റിൻ്റെ പേര് ഹെൻജോൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പെറ്റിൻ്റെ അച്ഛൻ്റെ പേര് നമ്മുടെ നായകൻ്റെ പേരും പെറ്റിൻ്റെ അമ്മയുടെ പേര് ബോം, അതായത് നായികയുടെ പേരും എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര നേരം ഡോക്ടർ പറഞ്ഞത് ഈ ഒരു പട്ടിക്കുട്ടിയുടെ പേരാണ്, പട്ടിക്കുട്ടീനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് കണ്ടിട്ട് നമ്മുടെ നായിക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്തിനാ എൻ്റെ പേരോട് എഴുതി വെച്ചിരിക്കുന്നത്, മാത്രമല്ല ആരെങ്കിലും സ്വന്തം നെഫ്യൂവിൻ്റെ പേര് ഒരു പട്ടിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കുകയോ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ലേഡി പെട്ടെന്നല്ലേ പേരെഴുതാൻ പറഞ്ഞത്, അപ്പോൾ എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത് അവൻ്റെ പേരാണ്, അപ്പോൾ ഞാനത് എഴുതി കൊടുത്തു എന്ന്. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ഈ പേര് ഇഷ്ടമില്ലെങ്കിൽ വേറൊരു പേര് പറയാൻ എന്നിട്ട് വേറൊരു ആൺകുട്ടികൾക്ക് കിട്ടുന്ന പേര് പറയുമ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് പെൺകുട്ടിയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഒരു പട്ടിക്കുട്ടിയുടെ ജെൻഡർ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ദേ കണ്ടോ ഇത് ആണാണ് എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ഇവരകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പേര് മാറ്റി ബോംബ് സിക്കെന്നാക്കിയെന്ന് പറയാണ്. ഡോക്ടറാണെങ്കിൽ ഈ ഒരു പട്ടിക്കുട്ടിക്ക് അധികം പ്രശ്നമൊന്നുമില്ല, കുറച്ച് ബ്ലഡ് ഷുഗറും പ്രോട്ടീനൊക്കെ കുറവുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് പറയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതിന് ശരിക്കും ഓണേഴ്സ് ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല, അപ്പോൾ ഒരു 10 ദിവസം ഞങ്ങൾ ഇതിനെ കീപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പാരൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നായക പറയുന്നുണ്ട്, ഇതിന് ഓണേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇവിടുത്തെ നേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പോയി ഫുഡ് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഒരു ഹോട്ടലിലേക്ക്. നമ്മുടെ നായകനാണെങ്കിൽ ബോമിനെ ഹണി എന്നാട്ടോ വിളിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നത്, നിങ്ങളിതിനെ എന്നെ ഹണി എന്ന് വിളിക്കുന്നത് ചോദിക്കുകയാണ്. ഇവൻ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പട്ടിക്കുട്ടിയുടെ അച്ഛൻ ഇവനും അമ്മ ഇവളും ആയ സ്ഥിതിക്ക് ഇവരൊരു കപ്പിൾസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളെ വീണ്ടും ഹണി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നിട്ട്, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ടോ, രണ്ടാൾക്കും എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ മെനു നോക്കുകയാണ് കേട്ടോ. അതിലാണെങ്കിൽ ഇവന് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കാണുന്നില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. ഈ ലേഡിയുടെ വിചാരം വൈഫിൻ്റെ ഹെൽത്തൊക്കെ നന്നായി നോക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോം ഈ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ നോക്കുന്നുണ്ട്. ഇത് ഞാൻ അങ്ങേരുടെ വൈഫൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലേഡി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ നായകനാണെങ്കിൽ ഈ ലേഡിയുടെ അടുത്ത് പറയുന്നത്, ഞങ്ങളുടെ കൊച്ചിൻ്റെ കാലിനൊരു ചെറിയ മുറിവ് പറ്റി, അതുകൊണ്ട് തന്നെ എൻ്റെ വൈഫൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് നേരമായിട്ട്. അപ്പോൾ ഈ ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് കൊച്ചാന്ന് ചോദിക്കുമ്പോൾ ആൺകൊച്ചാന്ന് പറയാണ്. കേൾക്കുന്ന ലേഡി പറയുന്നുണ്ട്, നിങ്ങൾ അധികം വൈകാതെ ഒരു പെൺകൊച്ചിനെ കൂടി സെറ്റാക്കണം, ആൺകൊച്ചുങ്ങൾ നമ്മൾ പറയുന്നൊന്നും അനുസരിക്കില്ല, ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പറയാണ്. അങ്ങനെ ആ ലേഡിയാണെങ്കിൽ ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ നായികയാണെങ്കിൽ ആദ്യമൊക്കെ ഞാൻ വൈഫല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൾ പറഞ്ഞു മടുത്തു. ഇത് ആലോചിച്ചിട്ട് അവൾ ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പിന്നെ അവൾക്കും അവനുള്ള വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്, കട്ട്ലറീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നായക ചോദിക്കുന്നുണ്ട്, നാളെ ഈവനിങ് ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, പവർ പ്ലാന്റ് കാണാൻ പോകാനാണോ, ഹെൻജോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോയേക്കാമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബോം പറയുന്നുണ്ട്, നാളെ ഹെൻജോൾ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് പറയാണ് കേട്ടോ. ഇത് ഈ പവർ പ്ലാന്റ് കാണാനല്ല, ജസ്റ്റ് ഒരുമിച്ചൊരു ഡ്രിങ്ക്സ് കുടിക്കാം എന്നാണ് നായിക പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് നിന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയാണ്, നിൻ്റെ കാര്യത്തിൽ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാണ്. ഇവൻ പറയുന്നുണ്ട്, ഇല്ലില്ല, ജസ്റ്റ് എന്നെ ഡ്രിങ്ക്സിന് വേണ്ടി വിളിച്ചതാണെന്നാണ് പറയുന്നത്. അവൾക്ക് എന്നോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നാണ് നമ്മുടെ നായകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫ്രണ്ടാണെങ്കിൽ അന്ന് നീ എന്തെങ്കിലും പോയി ചെയ്യുന്നൊരു മൈൻഡിൽ ഇനി ഇവനെ പറഞ്ഞ് സെറ്റാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഫ്രണ്ടല്ല, ഇവൻ്റെ ബോസാണ് കേട്ടോ നമ്മുടെ നായകൻ. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവൻ എന്നിട്ട് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു ലേഡി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അവളെപ്പോഴും ഒരു ഫ്യൂണറലിന് പോണ പോലെ ഡ്രസ്സൊക്കെ ചെയ്യാറെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അല്ല എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഇനി അങ്ങോട്ട് എന്ന് പറയാണ്.
ഞാനപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതായത് മറ്റേ പെറ്റിൻ്റെ ആ ഒരു ക്ലിനിക്കിൽ പോയപ്പോൾ ഇവൻ്റെ കയ്യിൽ മുമ്പ് എന്തോ ഒരു മുറിവുണ്ട്. അതിൻ്റെ ഒരു സ്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അത് ഒളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ആ ഒരു ടാറ്റു ഒക്കെയുള്ള ഒരു സംഭവം ഇടുന്നത്. അപ്പോൾ നമ്മുടെ നായിക എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സ്കാറൊന്നും മറ്റുള്ളവർ കാണുന്നത് അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഓരോരോ ലൈഫിലെ സിറ്റുവേഷൻസിൻ്റെ മെമ്മറീസാണ്. അതുകൊണ്ട് അത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. നമ്മുടെ ബോഡിയിലത്തെയും കയ്യിലത്തെയും സ്കാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഫേസ് ചെയ്ത ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് സീനായിട്ടോ ഇവർ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്യാണ്. ഇന്നൊരു ഡ്രിങ്ക്സിന് വേണ്ടി മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവൻ്റെ ഹാർട്ടാണെങ്കിൽ നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ നായകൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അറ്റയറൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവന് തലേദിവസം ഇവൻ്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. അതായത് അവളുടെ ഹെയറിലും ഡ്രസ്സിലൊക്കെ എക്സ്ട്രാ എഫേർട്ട് അവൾ ഇട്ടിട്ടുണ്ട്. ശരിയാണ്, ഇവനും നോക്കുമ്പോൾ ശരിയാണ്, എക്സ്ട്രാ എഫേർട്ട് അവൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി കോഫി കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ഒരു റാപ്പ് കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇവനോട് വായ തുറക്കുമെന്ന് പറയാണ്. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതെന്ത് പറ്റി പെട്ടെന്ന് എനിക്കൊരു റാപ്പൊക്കെ ഉണ്ടാക്കി തന്നെ, അത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവള് സ്വയം ഇവളുടെ വായിലേക്ക് അത് വെക്കാൻ പോകുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ വായ തുറക്കുകയാണ് കേട്ടോ. വേണ്ട വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളുണ്ടാക്കിയ റാപ്പ് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അവൾ. അവനാണെങ്കിൽ ഈ റാപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ നെഞ്ചൊക്കെ എന്തോ പോലെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് ഇവളുടെ മേത്തിടാൻ വേണ്ടിയിട്ട് ആപ്രൺ എടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവൻ്റെ ഹാർട്ട് ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല ബീറ്റ് ചെയ്യുന്നുണ്ടാവുക. അവൻ്റെ ഷർട്ട് വൈറ്റ് ആയതുകൊണ്ടും പിന്നെ അവിടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് അവളങ്ങനെ ഒരു ആപ്രൺ ഇട്ട് കൊടുത്തത് കേട്ടോ, അവൻ്റെ മേത്തൊന്നും ആവണ്ട വിചാരിച്ചിട്ട്. അങ്ങനെ ദേ രണ്ടുപേരും കൂടി ചീഴ്സൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് കുടിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ ഒരു സൈഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഈ ഒരു ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കപ്പിളായി തീരുന്നു. രണ്ടുപേരും കൂടി തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞങ്ങളെന്തായാലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി തന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പ്രീ വിസിറ്റ് നടത്തുന്നില്ലേ, ചെക്ക് ചെയ്യുന്നില്ലേ കമ്പനി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ കുറച്ച് നാൾ ഞാൻ സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ മുൻകൂട്ടി കമ്പനി വന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണം അവൾ. വിളി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴും ഇവൻ്റെ മനസ്സിൽ ഇവൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ, അവൾ ഭയങ്കര എക്സ്ട്രാ എഫോർട്ട് ഇട്ട് വന്ന് കാണും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാണും എന്നൊക്കെ. അപ്പോൾ ഇവന് ചോദിക്കണമെന്നുണ്ട് ഇവൾക്ക് ഇവനെ ഇഷ്ടമാണെന്ന്. അപ്പോൾ മിസ് ബോം ഡു യു എന്ന് 3-4 പ്രാവശ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഓ ഇവളും പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് പറഞ്ഞിട്ട്. യെസ് യു ആർ റൈറ്റ് എന്ന രീതിയിൽ ഇവൾ തലയാട്ടോ കേട്ടോ. ഇനി യെസ് പറഞ്ഞത് എന്തിനാണ്, യു ആർ റൈറ്റ് പറഞ്ഞത് എന്തിനാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. വീഡിയോയും ഷോർട്സൊക്കെ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.